ഹായ് ഓൾ, നമുക്കൊരു സൺഫ്ലവർ പെട്ടെന്ന് അങ്ങനെ വരക്കാമെന്ന് നോക്കാം. ഒരു 15-20 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഇത് വരച്ച് കഴിയാൻ പറ്റും. ഏതൊരാൾക്കും സിമ്പിളായിട്ട് വരക്കാൻ പറ്റും. ഞാനിവിടെ ഹാഫ് സർക്കിളാണ് വരക്കുന്നത്, ബിക്കോസ് ഞാൻ ഹാഫ് ഫ്ലവറാണ് വരക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഡാർക്കൻ ചെയ്ത് വരക്കുന്നുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന പെൻസിൽ 12B ആണ്. സർക്കിൾ വരച്ചതിന് ശേഷം ഞാനിവിടെ ഓരോ പാറ്റേൺസ് ജസ്റ്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ഓരോ സൈസ് കറക്റ്റ് ആയതിനു ശേഷം ഡാർക്കൻ ചെയ്യുക. അതാകുമ്പോൾ ലൈറ്റായിട്ട് വരച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് വേണ്ടതുപോലെ മയച്ചിട്ട് പിന്നെയും ചെയ്യാം. ഡാർക്കൻ ചെയ്ത് ആദ്യം വരക്കുമ്പോൾ ആ ഒരു ഷെയ്ഡ്, ആ ഒരു കല അവിടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ഫസ്റ്റ് ലൈറ്റായിട്ട് വരച്ചതിന് ശേഷം നമുക്ക് ഡാർക്കൻ ചെയ്യാം. ഞാനിവിടെ എല്ലാ പെറ്റൽസും വരക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള പെറ്റൽസ് വരക്കുന്നുണ്ട്. പെറ്റൽസ് വരച്ചതിന് ശേഷം ഞാൻ ആ ഹാഫ് സർക്കിളിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ സർക്കിൾസ് വരക്കുന്നുണ്ട്. സൺഫ്ലവറിൻ്റെ സെൻറ്ററിൽ സീഡല്ലേ ഉണ്ടാവുക, അപ്പോൾ സീഡ് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുഞ്ഞു കുഞ്ഞു സർക്കിൾസ് വരക്കുന്നത്. ഞാൻ എൻ്റേതായ മെത്തേഡിലാണ് ഇവിടെ വരക്കുന്നത്. ഞാൻ പഠിച്ചിട്ടോ ഒന്നുമല്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എൻ്റെതായ രീതിക്ക് സിമ്പിളായിട്ട് എങ്ങനെ വരക്കാമെന്നാണ് ഇവിടെ പറയുന്നത്. ഈ സർക്കിൾ വരക്കലും സിമ്പിളാണ്, ബട്ട് കുറച്ചൊരു ടൈം എടുക്കുന്നത് ഈ കംപ്ലീറ്റ് സർക്കിളിൻ്റെ ഉള്ളിൽ ഇത് വരക്കുന്നതാണ്. ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് കഴിയും. ഇത് ചെറിയ ചെറിയ സർക്കിളായതുകൊണ്ട് കുറച്ചൊരു ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആ ഹാഫ് സർക്കിളിൻ്റെ ഉള്ളിൽ വരക്കാം. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ കഴിയാനായിട്ടുണ്ട്. കംപ്ലീറ്റ് വരച്ചതിന് ശേഷം നമുക്ക് ബാക്കി പെറ്റൽസിലേക്ക് പണിയുണ്ട്. എന്നോടൊരു വീഡിയോ എടുക്കാൻ വിട്ടുപോയിക്ക്, അത് ഞാൻ ഇവിടെ പറഞ്ഞു തരാം. ആ പെറ്റൽസിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ലൈൻസ് ഉണ്ട്, അത് എന്നോട് എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒരു എഫക്റ്റിന് വേണ്ടിയിട്ടാണ് വരക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഞാൻ എല്ലാ പെറ്റൽസും ഒന്ന് ഷെയ്ഡ് കൊടുക്കുന്നുണ്ട്. ഷെയ്ഡ് കൊടുത്താൽ നമുക്കൊരു 3D എഫക്റ്റ് കിട്ടും. അപ്പോൾ എല്ലാ പെറ്റൽസിൻ്റെയും താഴെയും അറ്റത്തായിട്ടാണ് ഞാനിവിടെ ഷെയ്ഡ് കൊടുക്കുന്നത്. നമുക്ക് ഇതിന് യൂസ് ചെയ്യുന്നത് 12B തന്നെയാണ്. പെൻസിൽ വെച്ച് ഷെയ്ഡ് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഒരു ടൂൾ യൂസ് ചെയ്യുന്നുണ്ട്. കൈ വെച്ച് യൂസ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ നമുക്ക് ഈ ഒരു ടൂൾ വെച്ചിട്ട് ചെയ്യുന്നതാണ്. അതാകുമ്പോൾ സിമ്പിളായിട്ട് നമുക്ക് വേണ്ടതുപോലെ ഷെയ്ഡ് ചെയ്യാനാവും, മെസ്സി ഫീൽ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ കംപ്ലീറ്റ് ഇവിടെ ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ പെറ്റൽസ് ഷെയ്ഡ് ചെയ്തതിന് ശേഷം ആ ഹാഫ് സർക്കിൾ കൂടി ജസ്റ്റ് ഷെയ്ഡ് ചെയ്യുന്നുണ്ട്, ഒരു 3D എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. എനിക്കും ചിത്രം വലുതായിട്ട് വരക്കുന്നൊന്നും അറിയില്ല, ബട്ട് ജസ്റ്റ് ട്രൈ. എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് അറിയുന്ന പോലെ നമ്മൾ ട്രൈ ചെയ്താണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുക. അപ്പോൾ ഞാനിവിടെ എല്ലാം കംപ്ലീറ്റ് ഒന്നുകൂടി പെറ്റൽസും ആ സർക്കിളും ഒക്കെ ഒന്ന് ഡാർക്കൻ ചെയ്യുന്നുണ്ട്. എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളെ സൺഫ്ലവർ ഇവിടെ കംപ്ലീറ്റ് പെട്ടെന്ന് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒരു 15 മിനിറ്റ്സ് 20 മിനിറ്റ്സ് ഒക്കെ മതിയാവുള്ളൂ. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടതിന് താങ്ക്സ് ഫോർ വാച്ചിങ്.